ഈ ഒരു വിജയം പ്രതീക്ഷിക്കുന്നു. നമ്മള് 4 വർഷമായിട്ട് പ്രിപ്പയർ ചെയ്യാണ്. എന്റെ 4th അറ്റംപ്റ്റ് ആണിത്. അപ്പൊ ഡെഫിനറ്റ്ലി ഈ ഒരു മൊമെന്റ് എക്സ്പെക്ട് ചെയ്തതാണ്. പിന്നെ ഈ ഒരു എക്സാം വളരെ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഏത് വന്നാലും നേരിടാനുള്ള എല്ലാം പ്രിപ്പയർഡ് ആയിരുന്നു. വന്നപ്പോ ഒരുപാട് സന്തോഷം തോന്നി. ആൻഡ് ഫോറിൻ സർവീസ് ആയിരിക്കും മിക്കവാറും കിട്ടാൻ പോകുന്നത്. ആൻഡ് ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ്. ഈ പരീക്ഷ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്? ഞാൻ കോളേജ് വെച്ച് തന്നെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പത്രം പ്രോപ്പറായിട്ട് വായിക്കുമായിരുന്നു ആ 3 years. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കോവിഡിന്റെ സമയത്താണ് പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പൊ കോച്ചിങ്ങിന് പ്രോപ്പറായിട്ട് ജോയിൻ ചെയ്തു. പിന്നെ 2 വർഷം ഞാൻ എക്സാം മാത്രം കൊടുത്തു. പിന്നെ അടുത്ത 2 വർഷം പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനോടൊപ്പം പ്രിപ്പയർ ചെയ്തു. ആൻഡ് ഇതെന്റെ 4th അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്തു. ഏത് വിഭാഗം? ഫോറിൻ സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ് IFS ആണ് വെച്ചിരിക്കുന്നത് ഫസ്റ്റ് പ്രിഫറൻസ്. ഇതുവരെ കടന്നു വന്ന വിദ്യാഭ്യാസ വഴികളൊക്കെ എങ്ങനെയൊക്കെയായിരുന്നു? ഞാന് ഇവിടെ മൗണ്ട് ടാബോറിൽ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം നവോദയയിൽ പോയി. പിന്നെ KV അടൂരായിരുന്നു. പിന്നെ ഡൽഹി സെയിന്റ് സ്റ്റീഫൻസ് കോളേജ്. പിന്നെ ട്രിവാൻഡ്രം വന്നായിരുന്നു കോച്ചിങ് ചെയ്തു. ഇങ്ങനൊരു മികച്ച വിജയം നേടാൻ ആരൊക്കെ സഹായിച്ചിട്ടുണ്ട്? ഒരുപാട് പേര്, എന്റെ ഫ്രണ്ട്സ്, ഫാമിലി, പഠിപ്പിച്ച ടീച്ചേഴ്സ്, മെന്റേഴ്സ്, ഒരുപാട് പേര് ഇൻവോൾവ് ആണ് ഈ പ്രോസസ്സിൽ. ആരോടൊക്കെയാണ് കടപ്പാടുള്ളത്? ആദ്യം ദൈവത്തിനോട് കടപ്പാടുണ്ട്. പിന്നെ എന്റെ കൂടെ നിന്ന് എല്ലാവരോടും, ഫ്രണ്ട്സ്, ഫാമിലി, ടീച്ചേഴ്സ്, എല്ലാവരോടും വലിയ കടപ്പാടുണ്ട്. വീട്ടുകാരോട് ഡെഫിനറ്റ്ലി. അവരെ എത്രത്തോളം സഹായിച്ചു എന്നുള്ളത് പറയാൻ പറ്റുമോ? പങ്കിടാൻ പറ്റുമോ? എന്ന് വെച്ചാല് വീട്ടുകാരുടെ ഒരു റോള് വരുന്നത്, നമ്മളൊരു 3-4 വർഷം ഒരു റിസൾട്ടും ഇല്ലാതെ നിൽക്കുമ്പോ നമുക്കൊരു ഇമോഷണൽ സപ്പോർട്ട് തരാൻ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു മെന്റൽ സപ്പോർട്ടിന് വേണ്ടി വീട്ടുകാരുടെ റോള് ഭയങ്കരമായിരുന്നു. അപ്പൊ ആ രീതിയിൽ താങ്ക് യു. രാഷ്ട്രീയ തിരക്കിനിടയിലും ഫാദർ ഈ ഒരു വിദ്യാഭ്യാസ മേഖലയിൽ അങ്ങനെയായിരുന്നു സഹായിച്ചു? പ്രിപ്പറേഷനിൽ അങ്ങനെ ഇൻവോൾവ് ആയിരുന്നില്ല. പക്ഷെ എല്ലാ രീതിയിലുള്ള മെന്റൽ സപ്പോർട്ട് ആൻഡ് ഇമോഷണൽ സപ്പോർട്ടിനുണ്ടായിരുന്നു. എന്ത് പറഞ്ഞു ഇങ്ങനെ ഒരു റാങ്ക്? അപ്പയ്ക്ക് ആദ്യം വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ റാങ്ക് വെച്ച് എടുത്ത് കാണിച്ചപ്പോഴാണ് വിശ്വസിച്ചത്. എന്റെ ഫാദർ. അപ്പൊ അങ്ങനെ പ്രത്യേകിച്ച് എല്ലാവർക്കും ഒരു റിലീഫാണ് റിസൾട്ട് വന്നത്. കുറച്ച് നാളായിട്ട് പ്രിപ്പയർ ചെയ്യാണല്ലോ. അപ്പം ഒരു റിലീഫ്, അതിൽ കൂടുതൽ ഒന്നുമില്ല. ഫാമിലിയെ കുറിച്ച് ആരൊക്കെയാണ് പറയാൻ? അപ്പൻ, അമ്മ ബാങ്ക് എംപ്ലോയി ആണ്. ആൻഡ് അപ്പ പണ്ട് ഷിപ്പിലായിരുന്നു. അനി മാത്യു ബാങ്ക് എംപ്ലോയി ആണ്. കാനറ ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത്. ആൻഡ് അപ്പ ഷിപ്പിലായിരുന്നു, ഇപ്പൊ റിസൈൻ ചെയ്തു. പിന്നെ എനിക്കൊരു ബ്രദർ ഉണ്ട്, ഇപ്പൊ PG ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ചെയ്യാണ്. എന്റെ സിസ്റ്റർ ഇപ്പൊ ACCAക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങൾ 5 പേരാണ് ഫാമിലി.